വെൽക്കം ടു ടുഡേയ്സ് ക്ലാസ്. മോർട്ടിൻ എച്ച് ഫിഷർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് പറയുന്നു, ഫാക്ട്സ് ആർ നോട്ട് സയൻസ് ആസ് ദ ഡിക്ഷണറി ഈസ് നോട്ട് ലിറ്ററേച്ചർ. ക്ലാസ് 10ലെ കെമിസ്ട്രിയുടെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ മുകളിൽ കാണപ്പെടുന്ന ഒരു റൈറ്റപ്പ് ആണ്. ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദ ഫസ്റ്റ് ചാപ്റ്റർ, കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് ഇക്വേഷൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് ഇക്വേഷൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ. When we look around, when we look into the surroundings, many facts come to our notice. The roasting of iron, the cooking of food, the fermentation of fruits, the conversion of milk to curd, such as so many things are there. In all these cases, what is happening? In one word we can say a chemical change is happening here. Whenever there is a chemical change, there is the occurrence of a chemical reaction. നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്ന കാര്യങ്ങൾ അനവധിയാണ്. ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്നു, ഭക്ഷണം പാചകം ചെയ്യപ്പെടുന്നു, പാല് തൈരാകുന്നു, ഫ്രൂട്ട്സ് ഫെർമെന്റേഷന് വിധേയമാകുന്നു എന്നിങ്ങനെ പല കാര്യങ്ങൾ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധ്യമായി തീരും. ഇവിടെയെല്ലാം എന്താണ് സംഭവിക്കുന്നത്? ഒരു കെമിക്കൽ ചേഞ്ച് ഉണ്ടാകും. കെമിക്കൽ ചേഞ്ച് എവിടെയുണ്ടോ അവിടെ കെമിക്കൽ റിയാക്ഷൻ നടന്നു എന്ന് നമുക്ക് പറയുവാനായിട്ട് ഇടയായിത്തീരും. We can consider a chemical change or a chemical reaction. That is the burning of magnesium ribbon. This is described as the activity in the first page of class 10 text. Magnesium is kept in the laboratory in the form of a ribbon. When we take magnesium ribbon, it has to be cleaned well with the help of a sandpaper. The sandpaper has to be used in order to rub the magnesium ribbon for the removal of the magnesium oxide which is already formed on its surface due to its contact with the atmospheric air or oxygen. ഒരു magnesium ribbon എടുത്തിട്ട് അതിനെ സാൻഡ് പേപ്പർ കൊണ്ട് നല്ലതുപോലെ തുടച്ച് വൃത്തിയാക്കണം. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? magnesium റിബണിന്റെ മുകളിൽ പിടിച്ചിരിക്കുന്നതായ magnesium ഓക്സൈഡ് എന്ന് പറയുന്ന ഇനാക്റ്റീവ് ആയിട്ടുള്ള പാസീവ് ആയിട്ടുള്ള ലെയറിനെ റിമൂവ് ചെയ്യണം. എങ്കിൽ മാത്രമേ magnesium നന്നായിട്ട് കത്തുകയുള്ളൂ. In order to make the burning of magnesium efficient, we have to remove the passive oxide layer which is already formed on the surface of magnesium. Then we are showing the magnesium ribbon to the flame. At that time what will happen? It will burn with a dazzling flame, giving down white ashes of magnesium oxide. Giving down the white ashes of magnesium oxide. And when this white ashes of magnesium oxide is added to water, and if we are just dropping a red litmus solution, a drop of red litmus solution into that, it will automatically turns blue, indicating that the actual solution of magnesium oxide is basic in nature. സാൻഡ് പേപ്പർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത മെഗ്നീഷ്യം ഓക്സൈഡിന്റെ റിബണിനെ നമ്മൾ കത്തിക്കുമ്പോൾ പൂത്തിരി കത്തുന്നത് പോലെ കത്തിയിട്ട് വെള്ള നിറത്തിലുള്ളതായ ആഷ് നമുക്ക് ലഭിക്കും. ഈ ആഷിനെ ഒരു ടെസ്റ്റ് ട്യൂബിൽ എടുത്തിട്ട് അതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കുലുക്കിയതിനു ശേഷം അതിനകത്തേക്ക് റെഡ് ലിറ്റ്മസ് സൊല്യൂഷൻ ഒഴിക്കുമ്പോൾ ആ റെഡ് ലിറ്റ്മസ് സൊല്യൂഷൻ ഓട്ടോമാറ്റിക്കായി ബ്ലൂ ആയി മാറും. എന്നിട്ട് എന്താണ് സൂചിപ്പിക്കുന്നത്? ഈ അക്വ സൊല്യൂഷൻ ഓഫ് മെഗ്നീഷ്യം ഓക്സൈഡ് എന്ന് പറയുന്നത് ബേസിക് ആണ്, ആൽക്കലൈൻ ആണ് എന്നുള്ളതാണ്. 3 കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒന്ന്, why we have to clean the surface of magnesium ribbon. ഉത്തരം ഇതാണ്: in order to remove the passive or non-reactive oxide layer formed on the surface of magnesium ribbon when it comes in contact with atmospheric air or oxygen. 2, what type of reaction is this? Here magnesium is combining with oxygen and we are getting magnesium oxide. 2 things are combining together. So this can be considered as a
കോമ്പിനേഷൻ റിയാക്ഷൻ, ഇത് കോമ്പിനേഷൻ റിയാക്ഷൻ ആണെന്ന് പറയാം, അല്ലെങ്കിൽ വേറൊരു പേരുണ്ട് സിന്തസിസ് റിയാക്ഷൻ എന്ന് പറയാം, സിൻസ് മെഗ്നീഷ്യം ഓക്സൈഡ് ഈസ് ഫോംഡ് ഓവർ. വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് ദ മെഗ്നീഷ്യം ഓക്സൈഡ് ഫോം? മൂന്നാമത്തെ ചോദ്യമാണ്. It is alkaline or basic in nature and is proved by with the help of red litmus solution. When this automatically turns blue, we can confirm that the aqueous solution of magnesium oxide is blue. Here what happens? A chemical reaction has taken place. That means magnesium combines with oxygen to form magnesium oxide. We can consider the reaction such as Mg, magnesium is combining with oxygen to form magnesium oxide. എന്ന് പറയാനായിട്ട് സാധിക്കും. We can consider another example. We are taking zinc granules. Zinc is stored in the laboratory in the form of granules. In a test tube we are taking zinc granules, and to this if we add hydrochloric acid, we can see that the liberation of hydrogen gas in the form of bubbles are occurring. ഒരു ടെസ്റ്റ് ട്യൂബിനകത്ത് സിങ്ക് ഗ്രാനുലിനെ എടുത്തിട്ട് അതിനകത്തേക്ക് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒഴിക്കുന്ന സമയത്ത് ബബിൾസ് മുകളിലേക്ക് പോകുന്നത് കാണാം. എന്താണ് ഈ ബബിൾസ്? വേറൊന്നുമല്ല, ഹൈഡ്രജൻ ഗ്യാസ് ആണ്. അതായത് സിങ്കിനകത്തേക്ക് നമ്മൾ HCl ഒഴിക്കുമ്പോൾ there occurs the liberation of hydrogen gas. ഹൈഡ്രജൻ ഗ്യാസ് റിലീസ് ചെയ്യപ്പെടും. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഈ സിങ്ക് HCl-ലെ H-നെ റിലീസ് ചെയ്യുവാണ്. ആരായിട്ട്? H2 ആയിട്ട്. സിങ്ക് ഹാസ് ദ കപ്പാസിറ്റി ടു റിലീസ് ഹൈഡ്രജൻ ഫ്രം HCl. HCl-ലെ H-നെ H2 ആക്കി റിലീസ് ചെയ്യാനുള്ള കഴിവ് സിങ്കിനുണ്ടായതുകൊണ്ടാണ് ആ ബബിൾസ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇവിടെ ഫോം ചെയ്യുന്ന പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ സിങ്ക് ക്ലോറൈഡാണ്. സിങ്ക് ക്ലോറൈഡും ഹൈഡ്രജനുമാണ്. അപ്പൊ സിങ്കിനകത്തേക്ക് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒഴിക്കുമ്പോൾ നമുക്ക് രണ്ടുപേരെ ലഭിക്കും. ഹൈഡ്രജൻ ഗ്യാസ് ബബിൾസ് ആയിട്ട് മുകളിലേക്ക് പോകും, അതോടൊപ്പം തന്നെ സിങ്ക് ക്ലോറൈഡും ഫോം ചെയ്യും. ഇവിടുത്തെ കെമിക്കൽ ചേഞ്ച് നടന്നു, ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്നു എന്ന് പറയാൻ സാധിക്കും. അപ്പോൾ എന്താണ് കെമിക്കൽ ചേഞ്ച്? കെമിക്കൽ ചേഞ്ച് ആർ പെർമനന്റ് ചേഞ്ചസ് which involves the formation of new products by the internal rearrangement of the constituents. It is a reversible. It is an unnatural thing. സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാവാം, അല്ലാതിരിക്കാം. അപ്പോൾ ഒരു കെമിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത് എന്താണ്? The chemical change involves the formation of a new product by the internal rearrangement of the constituents. അതാണ്. അപ്പോൾ മെഗ്നീഷ്യവും ഓക്സിജനൂടെ ചേർന്ന് മെഗ്നീഷ്യം ഓക്സൈഡ് ഫോം ചെയ്യുന്നതും സിങ്കും ഹൈഡ്രോക്ലോറിക് ആസിഡൂടെ ചേർന്ന് സിങ്ക് ക്ലോറൈഡും ഹൈഡ്രോജൻ ഗ്യാസും ഉണ്ടാകുന്നതുമെല്ലാം കെമിക്കൽ ചേഞ്ച് ആണ്. അവിടെ നടന്നിരിക്കുന്നത് കെമിക്കൽ റിയാക്ഷനുമാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് കെമിക്കൽ. അപ്പോൾ ഇതാണ് കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ് കെമിക്കൽ ഇക്വേഷൻ? കെമിക്കൽ ഇക്വേഷൻ ഈസ് ദ സിംബോളിക് റെപ്രസെന്റേഷൻ ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ. ഒരു കെമിക്കൽ റിയാക്ഷനെ സിംബലുകൾ ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ ആ റെപ്രസെന്റേഷനെ നമുക്ക് കെമിക്കൽ ഇക്വേഷൻ എന്ന് വിളിക്കാൻ സാധിക്കും. ദ സിംബോളിക് റെപ്രസെന്റേഷൻ ഓഫ് കെമിക്കൽ റിയാക്ഷൻ ഈസ് കോൾഡ് കെമിക്കൽ ഇക്വേഷൻ. അങ്ങനെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നതായ ഒരു ഇക്വേഷൻ ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. Mg പ്ലസ് മെഗ്നീഷ്യം Mg plus O2 giving 2MgO. അപ്പോൾ വീണ്ടും ഒന്നുകൂടെ പറഞ്ഞാൽ 2Mg plus O2 giving 2MgO. This is a chemical equation. Why? Because magnesium is combining with oxygen to form magnesium oxide. സ്വാഭാവികമായിട്ടൊരു സംശയം തോന്നിയേക്കാം, ഇവിടെ രണ്ടുണ്ട്, ഇവിടെ രണ്ട് ഇട്ടിട്ടുണ്ട്, എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ദിസ് ഈസ് ബേസ്ഡ് ഓൺ ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്ന് പറയുന്ന ഒരു ലോ ഉണ്ട്. എന്താണ് ലോ പറയുന്നത്? അപ്പോൾ ഇതാണ് ഒരു കെമിക്കൽ ഇക്വേഷൻ. ഈ കെമിക്കൽ ഇക്വേഷന് രണ്ട് തരത്തിലുള്ളതായ രണ്ട് ഭാഗങ്ങളും, ടു ഫോംസ് ആർ ദേർ. ഒന്ന്, ദിസ് ടു സൈഡ്സ് ആർ ദേർ. ദിസ് ഈസ് ദ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആൻഡ് ദിസ് ഈസ് ദ റൈറ്റ് ഹാൻഡ് സൈഡ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? സെപ്പറേറ്റഡ് ബൈ an arrow mark. അപ്പൊ LHS എന്ന് പറയുന്ന ആളെ വിളിക്കുന്ന പേരാണ്. The LHS of the equation is called the reactant and right hand side RHS of the equation is called as the product.
So a chemical equation consists of two parts. They are the reactant side and the product side. So what is a chemical reaction means? The reactions, the process occurring in a chemical change is called a chemical reaction. The process occurring in a chemical change is called a chemical reaction. So the representation, the symbolic representation of chemical reaction is called chemical equation. We have written a chemical equation here. Magnesium plus oxygen, plus indicates combines. Magnesium combines with oxygen giving, arrow mark in the atom, giving magnesium oxide എന്നുള്ളതാണ്. This equation has got two parts. The left hand side is called the reactant and the right hand side is called the product. അപ്പോൾ അടുത്ത ചോദ്യമുണ്ട്, ഈ ആ 2 ഒക്കെ എന്തിനായിട്ടേക്കുന്നതാണ്? It is based on a law known as law of conservation of mass. എന്താ law of conservation of mass പറയുന്നത്? Total mass of total number of reactants on the left hand side should be same as that on the right hand side. Total number of atoms on the reactant side and the product side should be the same. റിയാക്ടന്റ് സൈഡിലും പ്രോഡക്റ്റ് സൈഡിലുമുള്ള ആറ്റങ്ങളുടെ മൊത്തം നമ്പർ എന്ന് പറയുന്നത് തുല്യമായിരിക്കണം. അപ്പൊ ഇവിടെ 2 ഇടുന്നതിന് മുമ്പുള്ള സിറ്റുവേഷൻ ഒന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും എന്താണ്, 1 mg, ഇവിടെയും 1 mg, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇവിടെ O2 ആണ്, 2 ഓക്സിജൻ ഉണ്ട്, ഇവിടെ 1 ഓക്സിജനേ ഉള്ളൂ. അപ്പൊ അത് ശരിയാവത്തില്ല. അപ്പൊ എന്ത് ചെയ്യണം, ഇവിടെ 2 ഓക്സിജൻ ഉണ്ടായതുകൊണ്ട് ഇവിടെയും നമ്മൾ 2 ഇട്ടു. എന്നിട്ട് വീണ്ടും നോക്കുവാണ്, mg ഒരെണ്ണേ ഉള്ളൂ, ഇവിടെ 2 വന്നു. ഇവിടെ 2 ഓക്സിജൻ ഉണ്ട്, ഇവിടെ 1 ഓക്സിജനേ ഉള്ളൂ. അപ്പൊ എന്ത് ചെയ്യണം, അതിനെ ബാലൻസ് ചെയ്യാൻ ഇവിടെ 2 കിട്ടും. അപ്പോൾ എന്തായി, ദ ഇക്വേഷൻ ഈസ് ബാലൻസ്ഡ്. ഇങ്ങനെയാണ് ഇക്വേഷൻ ബാലൻസ് ചെയ്യുന്നത്. നമ്പർ ഓഫ് ആറ്റംസ് ഓൺ ദ റിയാക്ടന്റ് സൈഡ് ഷുഡ് ബി സെയിം ആസ് ദാറ്റ് ഓൺ ദി പ്രോഡക്റ്റ് സൈഡ് എന്ന് പറയാനായിട്ട് സാധിക്കും. ഉദാഹരണത്തിന് വേറൊരു എക്സാമ്പിൾ എടുക്കാം. ഹൈഡ്രജൻ ഈസ് കമ്പൈനിങ് വിത്ത് ഓക്സിജൻ ടു ഫോം വാട്ടർ. ദിസ് ഈസ് എ കെമിക്കൽ ഇക്വേഷൻ. How to balance this? ഒന്ന് നമ്മൾ നോക്കുന്നു, ഹൈഡ്രജൻ എത്ര ഉണ്ട്, ഇത് 2. ഓക്സിജൻ എത്ര ഉണ്ട്, 2. ഇവിടെ ഹൈഡ്രജൻ എത്ര ഉണ്ട്, 2. ഓക്സിജൻ എത്ര ഉണ്ട്, 1 ഉള്ളൂ. അപ്പൊ ഈ 1നെ കൂടെ നമ്മൾ 2 ആക്കി മാറ്റേണ്ടതായിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ എന്തോ ചെയ്തു, ഇവിടെ ഒരു 2 ആക്കി. എന്നിട്ട് നോക്കുവാണ്, ഹൈഡ്രജൻ 2, ഓക്സിജൻ 2, ഹൈഡ്രജൻ 2 × 2 4. ഹൈഡ്രജൻ ഇവിടെ 4 ആയി മാറി, ഓക്സിജനോ 2 ആയി മാറി. അപ്പൊ ആരെ മാറ്റണം, ഓക്സിജന്റെ കേസ് സെയിം ആയി, ഹൈഡ്രജൻ റിയാക്ടന്റ് സൈഡിൽ 2 ഉള്ളൂ, പ്രോഡക്റ്റ് സൈഡിൽ 4 ഉണ്ട്. അപ്പൊ ഈ 2നെ കൂടെ എന്താക്കി മാറ്റണം, 4 ആക്കി മാറ്റണം. അതിന് എന്തോ ചെയ്തു, ഇവിടെ ഒരു 2 ഇട്ടു. എന്നിട്ട് നോക്കി, എത്രയായി, 2 × 2 4. 4 ഹൈഡ്രജൻ ആയി, 2 ഓക്സിജൻ ആണ്, 2 × 2 4 ഹൈഡ്രജൻ, 2 ഓക്സിജൻ. ദിസ് ഈസ് ദ വേ ഓഫ് ബാലൻസിങ് എ കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയാനായിട്ട് സാധിക്കും. ഇങ്ങനെയാണ് കെമിക്കൽ ഇക്വേഷനുകളെ നമ്മൾ ബാലൻസ് ചെയ്യുന്നത് എന്ന് പറയാനായിട്ട് സാധിക്കും. അപ്പൊ എന്താണ് കെമിക്കൽ ഇക്വേഷൻ? ദ സിംബോളിക് റെപ്രസെന്റേഷൻ ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ ഈസ് കോൾഡ് കെമിക്കൽ ഇക്വേഷൻ. ദ പ്രോസസ് ഒക്കറിംഗ് ഇൻ എ കെമിക്കൽ ചേഞ്ച് ഈസ് കോൾഡ് എ കെമിക്കൽ റിയാക്ഷൻ എന്നും പറയാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യും. അപ്പൊ ഇതെല്ലാം ഇതുകൊണ്ട് തന്നെ ഇത് പൂർണ്ണമായി കഴിഞ്ഞോ, ഈ കെമിക്കൽ റിയാക്ഷൻ പൂർണ്ണമായോ ബാലൻസ് ചെയ്യുന്നത് കൊണ്ട് മാത്രം? നോ. ബൈ ബാലൻസിങ് alone the chemical reaction is not complete. പിന്നെ എന്ത് ചെയ്യണം, we have to specify the state. S എന്ന് പറയുന്ന സ്റ്റേറ്റ് സോളിഡിനെ സൂചിപ്പിക്കുന്നു, L എന്ന് പറയുന്നത് ലിക്വിഡിനെ സൂചിപ്പിക്കുന്നു, G എന്ന് പറയുന്നത് ഗ്യാസിനെ സൂചിപ്പിക്കുന്നു, അല്ലെങ്കിൽ അപ്വേർഡ് ആരോ മാർക്കും ഗ്യാസിനെ സൂചിപ്പിക്കുന്നു. AQ എന്ന് പറഞ്ഞാൽ അക്വസ്, വെള്ളത്തിൽ ഉള്ളത് എന്ന് പറയാനായിട്ട് സാധിക്കും. ഡൗൺവേർഡ് ആരോ മാർക്ക് എന്ന് പറയുന്നത് precipitate സൂചിപ്പിക്കുന്നു. ഇത്രയും representations നമുക്ക് അവിടെ ഉപയോഗിക്കാൻ സാധിക്കും. S stands for solid, L stands for liquid, G stands for gas. Upward arrow mark also indicates that the product is a gas. The AQ indicates aqueous, that is there is the presence of water in that particular compound. Downward arrow mark indicates that it is a precipitate. അപ്പോൾ നമുക്ക് ഇവിടെ represent ചെയ്യണം. Solid, magnesium is in the solid form, oxygen is in the gaseous form. We are obtaining white ashes of magnesium oxide, so this is also a solid. ഇത്രയും പൂർണ്ണം ചെയ്ത് കഴിയുമ്പോഴാണ് ഒരു കെമിക്കൽ ഇക്വേഷൻ പൂർണ്ണമാക്കപ്പെടുന്നത്. പിന്നെ ഒന്നുകൂടെ വേണം, അതിനകത്ത് ഉണ്ടാകുന്ന എനർജി ചേഞ്ച് കൂടെ കാണിക്കണം. 10th ഇത് പഠിക്കാനില്ലാത്തതുകൊണ്ടാണ് നമ്മളത് പറയാത്തത്. അപ്പോൾ ഓർക്കുക, മെഗ്നീഷ്യം, സോളിഡ് മെഗ്നീഷ്യം കമ്പൈനിങ് വിത്ത് gaseous oxygen to form solid magnesium
oxide. This is how we are writing and balancing a chemical equation. I hope it's clear for you. Next topic that we are going to discuss is type of chemical reaction. വ്യത്യസ്തങ്ങളായിട്ടുള്ള കെമിക്കൽ റിയാക്ഷനുകൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഫസ്റ്റ് ടൈപ്പ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ദാറ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഈസ് ദ കോമ്പിനേഷൻ റിയാക്ഷൻ. Combination reaction. How we can represent combination reaction? A plus B giving C. This is the normal representation of a combination reaction. When two or more elements combine to form a product, that chemical reaction can be called by the name combination reaction. For example, carbon combining with oxygen to form carbon dioxide. Solid carbon combining to form gaseous oxygen to form gaseous carbon dioxide. This is an example for a combination reaction. This combination reaction involves the formation of a new product. So this reaction is also called a synthesis reaction. Combination reaction ന്റെ വേറൊരു പേരാണ് സിന്തസിസ് റിയാക്ഷൻ എന്ന് പറയും. കാര്യം എന്താ? ഒരു പുതിയ പ്രോഡക്റ്റ് അവിടെ ഉണ്ടാകുന്നു. എങ്ങനെ? ബൈ ദ കോമ്പിനേഷൻ ഓഫ് ടു ഓർ മോർ സ്പീഷീസസ്. രണ്ടോ അതിലധികമോ ആൾക്കാർ ഒന്നിച്ചു ചേർന്ന് പുതിയൊരു പ്രോഡക്റ്റിനെ നൽകുകയാണെങ്കിൽ ആ റിയാക്ഷനെയാണ് കോമ്പിനേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. പുതിയ പ്രോഡക്റ്റ് ഉണ്ടാകുന്നു എന്നതുകൊണ്ട് ഈ കോമ്പിനേഷൻ റിയാക്ഷനെ നമുക്ക് സിന്തസിസ് റിയാക്ഷൻ എന്നും വിളിക്കാം. എക്സാമ്പിൾ ഉണ്ട്. സോളിഡ് രൂപത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ഗേഷ്യസ് രൂപത്തിലുള്ള ഓക്സിജനുമായി ചേരുമ്പോൾ ഗേഷ്യസ് രൂപത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ ലഭിക്കുന്നു എന്നുള്ളതാണ്. വേറൊരു എക്സാമ്പിൾ നമുക്ക് പറയാനായിട്ട് സാധിക്കും. എന്ന് പറഞ്ഞാല് വി ഓൾ നോ CaO. എന്താ CaO എന്ന് പറഞ്ഞാൽ? കാൽസ്യം ഓക്സൈഡ് എന്ന് പറയും. അതിന്റെ സിമ്പിൾ നെയിം എന്ന് പറയുന്നത് ലൈമാണ്. ലൈം എന്നാണ്. ഈ ലൈമിനകത്തേക്ക് നമ്മൾ വെള്ളം എടുത്തൊഴിച്ച് വെള്ളം ഒഴിക്കുന്നു. അപ്പൊ എന്ത് സംഭവിക്കും? വി ആർ ഗെറ്റിംഗ് CaOH twice, കാൽസ്യം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ സിലേക്കഡ് ലൈം എന്ന് പറയുന്ന ആളെ ലഭിക്കും. സോ calcium oxide combines with water to give calcium hydroxide, which is known as slaked lime. When we pass this slaked lime only, we are used to apply to the walls for whitewashing purpose. Initially there won't be the appearance of white color on the walls. Later as time proceeds, what will happen? The wall is getting more and more white color. Why this happens? This calcium hydroxide applied to the walls absorb carbon dioxide from the atmosphere and get converted to a white colored substance known as calcium carbonate. ഭിത്തിയിൽ നമ്മൾ അപ്ലൈ ചെയ്തതായ കാൽസ്യം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ സ്ലേക്കഡ് ലൈം എന്ന് പറയുന്ന ആള് എന്ത് ചെയ്യുന്നു? അറ്റ്മോസ്ഫിയറിലെ ഓക്സിജനെ കാർബൺ ഡൈ ഓക്സൈഡിനെ വലിച്ചെടുത്ത് കാൽസ്യം കാർബണേറ്റ് ആയിട്ട് മാറുന്നു. ഈ കാൽസ്യം കാർബണേറ്റ് ഭിത്തിയുടെ പുറത്ത് ഇങ്ങനെ വരുന്നത് കൊണ്ടാണ് വൈറ്റ് വാഷ് ചെയ്യുമ്പോൾ വെള്ള കളറ് ഉണ്ടാകുന്നത്. പിന്നീട് വേറൊരു കേസ് ഉണ്ട്. ഈ എക്സസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് പാസ്ഡ് ത്രൂ സ്ലേക്കഡ് ലൈം. വാട്ട് വിൽ ഹാപ്പൻ? എക്സസ് ആയിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഈ കാൽസ്യം ഹൈഡ്രോക്സൈഡിനകത്തൂടെ കടത്തിവിട്ടാൽ എന്ത് സംഭവിക്കും? ഇനിഷ്യലി നമുക്കൊരു വൈറ്റ് പ്രിസിപിറ്റേറ്റ് കിട്ടും. ആരുടെ? കാൽസ്യം ഹൈഡ്രോക്സൈഡിന്റെ. പിന്നീട് ദ അൾട്ടിമേറ്റ് ഈസ് എ കളർലെസ് സൊല്യൂഷൻ, എ ക്ലിയർ സൊല്യൂഷൻ വി ആർ ഒബ്റ്റൈനിങ് ഡ്യൂ ടു ദ ഫോർമേഷൻ ഓഫ് സൊല്യൂബിൾ കാൽസ്യം ബൈകാർബണേറ്റ്. അപ്പോ എക്സസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡിനെ കാൽസ്യം ഹൈഡ്രോക്സൈഡിനെ അകത്തൂടെ കടത്തിവിടുമ്പോൾ ക്ലിയർ സൊല്യൂഷൻ അവസാനമായി ലഭിക്കുന്നതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ കാൽസ്യം ബൈകാർബണേറ്റ് എന്ന് പറയുന്ന സൊല്യൂബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നു എന്നതുകൊണ്ടാണ്. നമുക്കറിയാം CaOH twice plus CO2 in excess giving calcium hydroxide initially as white precipitate, further getting calcium bicarbonate CaHCO3 twice as the final product which is soluble. അതാണ് കാരണം. അപ്പോൾ വൈറ്റ് വാഷിങ്ങിന്റെ കെമിസ്ട്രി എന്താന്ന് നമ്മൾ പറഞ്ഞു. അതേ വൈറ്റ് വാഷിങ്ങിന് ഉപയോഗിക്കുന്നത് കാൽസ്യം ഹൈഡ്രോക്സൈഡിനെ. എങ്ങനെയാ ഫോം ചെയ്യുന്നത്? കാൽസ്യം ഓക്സൈഡ് എന്ന് പറയുന്ന ലൈവിനകത്തേക്ക് വാട്ടർ ആഡ് ചെയ്യുമ്പോഴാണ്. ഈ കാൽസ്യം വാൾസിൽ അപ്ലൈ ചെയ്തതായ കാൽസ്യം ഹൈഡ്രോക്സൈഡ് അറ്റ്മോസ്ഫിയറിലെ കാർബൺ ഡൈ ഓക്സൈഡിനെ അബ്സോർബ് ചെയ്യുമ്പോൾ
വൈറ്റ് കളേർഡ് ആയിട്ടുള്ള കാൽസ്യം കാർബണേറ്റ് ആയി ഫോം ചെയ്യും. ഈ കാൽസ്യം കാർബണേറ്റ് ആണ് ഭിത്തിക്ക് വെള്ള കളറ് നൽകുന്നത്. മാത്രമല്ല കെമിക്കൽ റിയാക്ഷനുകൾ രണ്ട് തരത്തിലുണ്ട്. എക്സോതെർമിക് റിയാക്ഷൻ എന്നും എൻഡോതെർമിക് റിയാക്ഷൻ എന്നും പറയും. എൻഡോ മീൻസ് ഗിവിംഗ്, ഇൻസൈഡ്. എക്സോ മീൻസ് ഔട്ട്സൈഡ്. അപ്പോ ഈ രണ്ട് തരത്തിൽ കെമിക്കൽ റിയാക്ഷനെ പറയാൻ കാരണം ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നു, ലിബറേറ്റ് ചെയ്യുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. So chemical reactions can be of two types, exothermic reactions and endothermic reactions. എന്താ endothermic reactions? Chemical reactions in which heat energy is absorbed. For example, carbon is burning in oxygen to form carbon dioxide. This is an endothermic reaction. അല്ലെങ്കിൽ കോമൺ ആയിട്ട് പറഞ്ഞാലേ നമ്മുടെ വീടുകളിലൊക്കെ ഉള്ളതായ കുക്കിംഗ് ഗ്യാസ്, LPG, മീഥേൻ എന്ന് പറയുന്ന ആള്, ബ്യൂട്ടൈൻ എന്ന് പറയുന്നതാണ്. നമുക്കറിയാം ഈ നാച്ചുറൽ ഗ്യാസ്, ബയോഗ്യാസിനകത്തൊക്കെ കാണുന്ന വാതകം എന്ന് പറയുന്നത് മീഥൈനാണ്. ദാറ്റ് CH4 എന്നാണ് അതിന്റെ ഫോർമുല. CH4 ഓക്സിജനുമായിട്ട് ചേരുമ്പോൾ ആര് ഫോം ചെയ്യും? CO2 plus H2. അപ്പോൾ CH4 plus O2 plus what we have to supply? Heat energy has to be supplied. Burning of natural gas is an example for an endothermic reaction എന്ന് പറയാനായിട്ട് സാധിക്കും. എക്സോതെർമിക് റിയാക്ഷൻ എന്ന് പറയാൻ സാധിക്കും. ഓൾ കമ്പസ്റ്റൻ റിയാക്ഷൻസ് ആർ എക്സോതെർമിക് ആണ്. അപ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? നമുക്ക് കിട്ടുന്ന ആരെയാ? കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ പ്ലസ് എനർജി ഫോം ചെയ്യുന്നുണ്ട്, റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ റിയാക്ഷൻസ് ആർ ഓഫ് ടു ടൈപ്സ്, എക്സോതെർമിക്, എൻഡോതെർമിക്. ആദ്യം പറയാൻ പോകുന്നത് എക്സോതെർമിക് ആണ്. എന്താ എക്സോതെർമിക്? കെമിക്കൽ റിയാക്ഷൻസ് ഇൻ വിച്ച് ഹീറ്റ് എനർജി ഈസ് റിലീസ്ഡ്, ബേണിംഗ് ഓഫ് നാച്ചുറൽ ഗ്യാസ്. അത് ഒരു എക്സോതെർമിക് റിയാക്ഷൻ ആണ്. മീഥൈൻ ഓക്സിജനുമായി ചേരുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും എനർജിയും കിട്ടുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തത് ഡൈജഷൻ പ്രോസസ്. വാട്ട് ഈസ് ഡൈജഷൻ? ദ ബ്രേക്കിംഗ് ഡൗൺ ഓഫ് ഫുഡ് മെറ്റീരിയൽസ്. എങ്ങനെയാണ് ബ്രേക്കിംഗ് ഡൗൺ നടത്തുന്നത്? ബൈ എ പ്രോസസ് നോൺ ആസ് റെസ്പിറേഷൻ. റെസ്പിറേഷൻ ഈസ് ദ ഓക്സിഡേഷൻ ഓഫ് ഫുഡ് മെറ്റീരിയൽസ് ഇൻ ദ presence of or with the help of oxygen. ഓക്സിജന്റെ സാന്നിധ്യത്തിൽ ഫുഡ് മെറ്റീരിയൽസിന്റെ ഓക്സിഡേഷനെ വിളിക്കുന്ന പേരാണ് റെസ്പിറേഷൻ. അപ്പോൾ ഉദാഹരണത്തിന് ഗ്ലൂക്കോസിനെ ഓക്സിജനുമായി ചേരുമ്പോൾ എന്തൊക്കെ കിട്ടും? കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും, വാട്ടർ കിട്ടും, എനർജി കിട്ടുന്നു എന്ന് പറയാനായിട്ട് സാധിക്കും. കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ, എനർജി ആണ് ലഭിക്കുന്നത്. ഇത് അതുകൊണ്ട് ഡൈജഷൻ പ്രോസസ് എന്ന് പറയുന്നത് is an example for an exothermic reaction because during the respiration process, what is happening? There occurs the release of energy. റെസ്പിറേഷൻ എക്സോതെർമിക് ആണ്. കാരണം റെസ്പിറേഷൻ ഈസ് ദ ഓക്സിഡേഷൻ ഓഫ് ഫുഡ് മെറ്റീരിയൽസ് ഇൻ ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ ആണ്. ആ സമയത്ത് എന്താണ് റിലീസ് ചെയ്യപ്പെടുന്നത്? എനർജി ഈസ് റിലീസ്ഡ് ബൈ ദ ഓക്സിഡേഷൻ ഓഫ് ഗ്ലൂക്കോസ് ഫോർ ക്യാരിങ് ഔട്ട് വേരിയസ് മെറ്റബോളിക് ആക്ടിവിറ്റീസ് ഓഫ് ദ ബോഡി. അപ്പോൾ നമ്മൾ പറയാൻ ശ്രമിച്ചത് എന്താണ്? ആദ്യം തൊട്ടേ പറഞ്ഞു വരുന്ന മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന്, എക്സാമ്പിൾസ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ്, കെമിക്കൽ ചേഞ്ച്, കെമിക്കൽ റിയാക്ഷൻ, കെമിക്കൽ ഇക്വേഷൻ എന്താണെന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മൾ പറയാൻ ശ്രമിച്ചത് ടൈപ്സ് ഓഫ് റിയാക്ഷൻ. ആദ്യത്തെ റിയാക്ഷനെ നമ്മൾ പറഞ്ഞു കോമ്പിനേഷൻ റിയാക്ഷൻ, വേറൊരു പേരുണ്ട് സിന്തസിസ് റിയാക്ഷൻ. അതിന്റെ എക്സാമ്പിളിൽ എത്തി. വൈറ്റ് വാഷിങ്ങിന്റെ കെമിസ്ട്രിയും പറഞ്ഞു. എക്സോതെർമിക് റിയാക്ഷൻ എന്താന്ന് പറഞ്ഞു. ഇനി എൻഡോതെർമിക് റിയാക്ഷൻ. എന്താ എൻഡോതെർമിക് റിയാക്ഷൻസ്? റിയാക്ഷൻസ് ഇൻ വിച്ച് ഹീറ്റ് എനർജി ഈസ് അബ്സോർബ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ കുറച്ച് അമോണിയം ക്ലോറൈഡിനെ വെള്ളത്തിൽ ഒന്നിട്ട് നോക്കിയേ, എന്നിട്ട് ടെസ്റ്റ് ട്യൂബിന്റെ സൈഡിൽ ഒന്ന് ടച്ച് ചെയ്ത് നോക്കൂ. ആ ടെസ്റ്റ് ട്യൂബിന്റെ സൈഡ് തണുത്തിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. എന്താണ്? ഈ ഡിസൊല്യൂഷൻ പ്രോസസ്സ് നടക്കുന്നതിന് വേണ്ടി ആ ടെസ്റ്റ് ട്യൂബിന്റെ സൈഡിലുള്ളതായ എനർജി അതങ്ങ് വലിച്ചെടുക്കുന്നു. അതുകൊണ്ടാണ് അവിടെ തണുപ്പ് അനുഭവപ്പെടുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് the first type of chemical reaction and the chemical equation and reactions. Hope you understand the topic. Have a nice day.